ഇസ്ലാമിക ഭരണം ലക്ഷ്യമിടുന്ന സംഘടനകളെ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഇത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിലെ ഒരു അഫിഡവിറ്റിലെ ഉള്ളടക്കമാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കാൻ സാധിക്കുമായിരുന്നോ എന്നതാണ് ചോദ്യം. ഇല്ല, ഇതാണ് ഉത്തരം. ഈ ഉത്തരത്തിന് തെളിവായി അതിന് കാരണമാകുന്ന ചില വിലയിരുത്തലുകൾ വിശദമാക്കുകയാണ്. ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിലാക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്. 2012 ഇസ്ലാമിക ഭരണത്തിന് വേഗം കൂട്ടാൻ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണൽ വയലൻസ് ബില്ല് തയ്യാറാക്കിയവരാണ് കോൺഗ്രസ്. ഹിന്ദുവിന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വഖഫ് ബിൽ നടപ്പിലാക്കിയവരാണ് കോൺഗ്രസ്. ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ, ഹിന്ദുവിന് ജോലി ലഭിക്കാതിരിക്കാൻ സച്ചാർ കമ്മിറ്റിയുമായി വന്ന് ഇന്ത്യയുടെ വിഭവം ഒരു പ്രത്യേക സമുദായത്തിന് തീരെഴുതിയവരാണ് കോൺഗ്രസ്. എന്തിനേറെ ഇസ്ലാമിക ഭരണം വിഷൻ 2047 തയ്യാറാക്കി പ്രവർത്തിച്ച PFIക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ മുന്നിൽ നിന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചവരാണ് കോൺഗ്രസുകാർ. ഹിന്ദുവിന്റെ ഘാതകരാണ് കോൺഗ്രസ് എന്ന വാദം ഇങ്ങനെ പൊതുസമൂഹത്തിൽ ശക്തമാണ്. 1947 ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല, അഭയാർത്ഥി പ്രവാഹം നടത്തിയത് കോൺഗ്രസ്. 21 ലക്ഷം ഹിന്ദുക്കളെ കൊന്നിട്ടും കോൺഗ്രസ് പാകിസ്ഥാന് 65 കോടി നൽകി. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച ശേഷവും 3.5 കോടി മുസ്ലിങ്ങളെ രാജ്യത്ത് നിലനിർത്തണമെന്ന് കോൺഗ്രസ് ശാഠ്യം പിടിച്ചു. കോൺഗ്രസ് ഹിന്ദുമുക്ത കാശ്മീർ സൃഷ്ടിച്ചു. കോൺഗ്രസ് ജന്മന സെക്യുലറായ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ പിന്നീട് ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കൂട്ടിച്ചേർത്തു. 8 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി എന്ന് കോൺഗ്രസ് ഉറപ്പാക്കി. സർദാർ പട്ടേൽ ശക്തമായി എതിർത്ത ഒരു ഹിന്ദു കോഡ് ബിൽ കോൺഗ്രസ് തയ്യാറാക്കി. പിന്നീട് ഹിന്ദുക്കൾക്ക് മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കോൺഗ്രസ് അത് പാസാക്കി. കോൺഗ്രസ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഉണ്ടാക്കി. ഇന്ത്യൻ സിവിൽ കോഡുകൾക്ക് വിരുദ്ധമാണെങ്കിലും അവരുടെ വിശുദ്ധ ഗ്രന്ഥം ഉപദേശിച്ച മതം ആചരിക്കാൻ അവർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം നൽകി. കോൺഗ്രസ് AMUവിൽ, അതായത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം എന്ന വാക്ക് ഇട്ടുവെങ്കിലും BHUവിൽ, അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെ എതിർത്തവരാണ്. ജമ്മു കാശ്മീരിൽ സെക്ഷൻ 35A 370 അവതരിപ്പിച്ചുകൊണ്ട് കാശ്മീർ പ്രശ്നം സങ്കീർണമാക്കിയവരാണ് കോൺഗ്രസ്. നമ്മുടെ സൈന്യം വളരെ ധീരമായി വിജയിച്ച POK തിരികെ സമ്മാനിക്കുക മാത്രമല്ല, പാകിസ്ഥാൻ ജയിലുകളിൽ കഴിയുന്ന നമ്മുടെ 54 ധീര ജവാന്മാരെ കുറിച്ച് വിഷമിക്കാതെ പിടികൂടിയ 93,000 പാകിസ്ഥാനിലെ സൈനികരെ തിരികെ നൽകുകയും ചെയ്തു. ഇന്നും അവർ എവിടെയാണെന്ന് അറിയില്ല. 90,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയുള്ള കൈലാസ് മാനസ് സരോവർ കോൺഗ്രസ് ചൈനയ്ക്ക് കൈമാറി. നൽകിയ ഭൂമി തരിശാണെന്നും പ്രയോജനമില്ലെന്നും ലോക്സഭയിൽ വളരെ നിഷ്കളങ്കമായി കോൺഗ്രസ് പ്രസ്താവന നടത്തി. ചുറ്റുമുള്ള ഭൂമിയിലെ അതേ പ്രദേശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഇന്ത്യ ഇത് വിഭാവനം ചെയ്യുന്നു. കൂടാതെ മാനസ സരോവർ യാത്ര ചൈനയോ നേപ്പാളോ തൊടാതെ ഭഗവാനെ കണ്ട് സായുജ്യമടയാൻ സാധിക്കും. കോൺഗ്രസ് റോഹിംഗ്യകളെ ജമ്മു കാശ്മീരിൽ കുടിയിരുത്തി. ബംഗ്ലാദേശി മുസ്ലിങ്ങളെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറ്റിച്ചു. കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തിന് പോലും നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ ഉണ്ട്. എന്നാൽ കോൺഗ്രസ് NRCയെ എതിർത്തു. അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ട് ബാങ്ക് അയിത്തം കൂടാതെ തന്നെ നിലനിർത്തി. കോൺഗ്രസ് 84-ൽ 30,000-ലധികം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തു. ദൂരദർശന്റെ സത്യം ശിവം സുന്ദരം ലോഗോ നീക്കം ചെയ്തു. കേന്ദ്രീയ നവോദയ വിദ്യാലയത്തിലെ ലോഗോ ആയ അസതോമ സദ്ഗമയ എന്ന വാക്യം നീക്കം ചെയ്തു. വന്ദേമാതരം ദേശീയഗാനമായി പാടുന്നതിനോട് ഇപ്പോഴും കോൺഗ്രസിന് എതിർപ്പാണ്. 26/11 പിന്നിൽ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞ് RSSനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. കസബിലും മറ്റു ഭീകരരുടെ കൈത്തണ്ടലിലും രാഖി കെട്ടിച്ച് 360 പേരെ കൂട്ടക്കൊല ചെയ്യിച്ചു. കസബിനെ ജീവനോടെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ആ പദ്ധതി വിജയിക്കുമായിരുന്നു. കോൺഗ്രസിന്റെ സ്വന്തം അഭിഭാഷകർ തീവ്രവാദികളുടെയും തുഗ്ഡി സംഘത്തിന്റെയും നക്സലൈറ്റുകളുടെയും കേസുകൾ ജയിപ്പിക്കാനായി പോരാടുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. ഏത് റാലിയിലും ഭാരത് മാതാ കി ജയ്, വന്ദേമാതരം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിന് കോൺഗ്രസ് എതിരാണ്. 1966-ൽ പശുക്കളുടെ സംരക്ഷണത്തിനായി സമരം ചെയ്ത പാവപ്പെട്ട 100 കണക്കിന് സന്യാസിമാരെ വെടിവെച്ചു കൊന്നത് കോൺഗ്രസ് ആണ്. ഹജ്ജിന് സബ്സിഡി നൽകുകയും അമർനാഥ് യാത്രയ്ക്ക് നികുതി ചുമത്തുകയും ചെയ്തത് കോൺഗ്രസ് ആണ്. സോമനാഥ ക്ഷേത്രം പണിയാൻ സർദാർ പട്ടേലിനെ കോൺഗ്രസ് എതിർത്തു. കോൺഗ്രസിനെ എതിർത്ത് സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം ഒരിക്കലും സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ഉറപ്പുവരുത്തി. RSSനെ തീവ്രവാദ സംഘടന എന്നാണ് കോൺഗ്രസ് വിളിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് മുസ്ലിം ബ്രദർഹുഡ് പാലസ്തീൻ വിഘടനവാദികൾക്ക് കോടിക്കണക്കിന് രൂപ നൽകി സഹായിക്കാൻ സാധിക്കും. ശ്രീരാമൻ സാങ്കല്പികമാണെന്നും രാമസേതു തകർക്കണമെന്നും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് കോൺഗ്രസ് ആണ്. UN-ൽ ഇന്ത്യക്ക് നൽകിയ വീറ്റോ അധികാരം ചൈനയ്ക്ക് നൽകിയതും കോൺഗ്രസ് ആണ്. ജനറൽ മനേക്ഷായെ പോലുള്ള യുദ്ധവീരന്മാർക്ക് 30 വർഷത്തിലേറെ ശമ്പളം ലഭിക്കുന്നില്ല എന്ന് കോൺഗ്രസ് ഉറപ്പാക്കി. പക്ഷേ APJ അബ്ദുൽ കലാം ഇതറിഞ്ഞ് അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ 1.5 കോടിയുടെ ചെക്ക് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി.
ഇത്തരത്തിലൊരു വിലയിരുത്തൽ കോൺഗ്രസിനെ കുറിച്ച്, കോൺഗ്രസ് എന്തൊക്കെയാണ് മുസ്ലിം സംഘടനകൾ ഇവിടെ വരാൻ വേണ്ടി ചെയ്തു കൂട്ടിയത് എന്ന തരത്തിലൊരു വിശകലനം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ആ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആ കണ്ടന്റിന്റെ പ്രധാന അംശങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇപ്പോൾ പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.